ഹലോ മൈ ഗൈസ്, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ട്രിപ്പായിട്ടാണ്. അപ്പം നമ്മൾ മിനി ഊട്ടിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മിനി ഊട്ടി എന്നും പറയും, മിസ്റ്റി ലാൻഡ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ മിനി ഊട്ടിയുടെ പുറത്തുള്ള കാഴ്ചകൾ കണ്ടു. പിന്നെ നമ്മൾ നേരെ വന്നത് വേറെ എടുക്കല്ല, ഇങ്ങോട്ടൊക്കെ ഗ്ലാസ് ബ്രിഡ്ജ്. വാപ്പൊക്കെ പേടിച്ചിട്ട് കാലൊക്കെ ഉറച്ചിട്ടോട്ടോ പോണത്, കാരണം അടിക്ക് നോക്കുമ്പോൾ നല്ല പേടിയാവുണ്ടേ. അപ്പോൾ നമ്മൾ വാപ്പൊക്കെ കൂടെ ആ കമ്പിമ്മ പിടിച്ചാണ്ടോട്ടോ പോണ്. ഞാൻ വേണ്ട വാങ്ങിച്ചിട്ട് കയറിയതായിരുന്നു. കയറുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കയറി അങ്ങോട്ട് കഴിഞ്ഞിട്ടായിരുന്നു ഇങ്ങോട്ട് എന്തോ ഒരു കാളൽ. പിന്നെ എനിക്ക് പേടിയൊക്കെ മാറിട്ടാ, പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മാമനൊക്കെ നല്ല പേടിയുണ്ടായിരുന്നേ. വല്യമ്മക്കും കാക്കാക്കൊന്നും തീരെ പേടിയുണ്ടായിട്ടില്ല കേട്ടോ. കാക്കൊരു പോക്കായിരുന്നു. പിന്നെ വല്യമ്മ കാക്കാനെപ്പാട് പോയതാ, അവർക്കൊന്നും പേടിയുണ്ടായിട്ടില്ല. എനിക്കല്ല പേടിയുണ്ടായി. പിന്നെ എന്നോട് വാപ്പ പറഞ്ഞു ആ ഗ്ലാസ് കൊണ്ട് കിടക്കൂട്, ഒരു ഫോട്ടോ എടുക്കട്ടെ വെച്ച്. എന്നിട്ട് ഞാൻ കിടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇരുന്നിട്ടൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവരെ ചെറിയ വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഗൈസ് നമ്മൾ മിസ്റ്റ് ലാൻഡിൽ കയറിയിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് മൊത്തം വ്യൂസുകളൊക്കെ അങ്ങനെ കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. നമ്മളിങ്ങനെ അടിക്ക് നോക്കിയിട്ട് കാല് വറക്കും. അപ്പം നമ്മൾ നേരെ നോക്കി പോകും. കാക്കൊക്കെ കണ്ടില്ല, ഒരു പൂസലും ഇല്ല പോകണ കണ്ടില്ലേ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് പറയുമ്പോൾ നല്ല സുഖക്കാരൻ, കയറുമ്പോൾ പേടിച്ച് ഒളിച്ചിട്ടോ അജ്ജാതി പേടിയാണ്. പിന്നെ ഇവിടെ അധികമുള്ള ഭായിമാരാണ്, ഓർക്ക് പിന്നെ ഒരു വേറൊരു മൈൻഡ് സെറ്റല്ലേ, അപ്പോൾ ഓർക്ക് സീനുണ്ടായിട്ടില്ല. പിന്നെ ഞാനും മാമനും പെട്ടെന്ന് നീച്ചു വന്നു, ചെറിയ പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ വന്നത്. ഞങ്ങളപ്പം തന്നെ നീച്ചു വന്നു. പിന്നെ അതിന്മേൽ കയറുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജുമ്പോൾ ക്രാക്കും തോന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കാലുമ്പോൾ ഒരു നീല സാധനം ഇട്ട് തരും കേട്ടോ. പക്ഷെ ഇടുമ്പോൾ നല്ല വെഴുക്കും, ശ്രദ്ധിക്കണേ. പിന്നെ ഇതിപ്പോൾ പുതിയ വന്ന ഗ്ലാസ് ബ്രിഡ്ജാണ്. പഴയത് ഇത് രാത്രി എന്തോ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് അത്ര. പിന്നെ പഴയത് അപ്പുറത്തുള്ള ചെറുതാണ്, ഇതിൻ്റെ പകുതിയും കൂടി ഇല്ല, ഒറ്റ ചെറുതാണ്, വലിയതൊന്നുമില്ല, ഫ്രീ ആണ്. ഇതിൽ കയറാൻ ഒരാൾക്ക് നല്ല റേറ്റ് ഉണ്ട്, ഏകദേശം 1000 ഫുൾ ടിക്കറ്റും അതിന്മേൽ കയറാനും പാടി വരുന്നുണ്ട്. പിന്നെ പെറ്റിൻ്റെ ഇതിൽ കയറുമ്പോൾ അതിൽ ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, ഓരോ സവാരി. പിന്നെ നമ്മൾ ഈ മക്കാവോ, കിളി, തത്ത, പഞ്ചവർണ്ണ തത്ത, പിന്നെ ചെറിയ ചെറിയ തത്തോൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറി അതിന് തീറ്റ കൊടുക്കാം. പിന്നെ അവിടെ ഒരു ചെങ്ങായി ഉണ്ട്, ചെങ്ങായി നമ്മളെ തലമ്മയും കൈമൊക്കെ വെച്ചുതരും. അപ്പോൾ നമ്മളെ കൈമ ചെറുതായിട്ടൊന്ന് അപ്പിട്ടിരുന്നു കേട്ടോ കിളി. പിന്നെ ഗൈസ് വല്യമ്മാൻ്റെ തലമ വെച്ച് കൊടുത്തിരുന്നു ആ ചെങ്ങായി. അപ്പോൾ ഞാൻ വല്യമ്മാൻ്റെ തലമന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനിങ്ങനെ തീറ്റ കൊടുക്കുകയാണ്. വല്യമ്മ അല്ല പേടിച്ചിക്കണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വല്യമ്മ എന്നാൽ കൊണ്ടേക്ക് പറയുമ്പോൾ ഞാൻ പിന്നെ തല വെച്ചെടുത്തു, പക്ഷേ വന്നില്ല കേട്ടോ. ചേനും പിന്നെ അങ്ങനെ പാറിപ്പോയി. അതിന് നമ്മൾ തൊടാൻ പോയാൽ നല്ല കൊത്തിട്ടും. കൊത്ത് കിട്ടിയ ചങ്ങായിനോട് പറഞ്ഞു ഇജ്ജ് നിന്നോടത്തൊന്ന് മൂത്രയിക്കുന്ന കേട്ടോ പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത നമ്മളിങ്ങനെ പോയി നോക്കിയപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേറെ നല്ല തൊപ്പുള്ള കോഴികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കറുത്ത കോഴി, വെളുത്ത കോഴി, പിന്നെ ടർക്കി കോഴി, അങ്ങനെ പല പല കോഴികളും, പിന്നെ കുറേ കിളികളും. അവരൊക്കെ ഇങ്ങനെ പൂട്ടിയിട്ടൊക്കെയല്ലേ, നമുക്ക് വേണമെങ്കിൽ തുറന്ന് കയറാം. ഞങ്ങളിപ്പോൾ അതിൽ കയറി. പിന്നെ അടുത്ത ടർക്കി കോഴി. പിന്നെ ഞങ്ങൾ മുയലിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറി നിന്നിട്ട് മുയലിനൊക്കെ തൊട്ടിന്നിട്ട് ചെറിയ മുയലും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഞാൻ നേരെ പോയിട്ട് തുറന്നിട്ട് കയറി. അതിൽ പിന്നാലെ വേറെയും കാക്കാരും പേരൊക്കെ എൻ്റെ ഒപ്പം കയറി. വേറെ ടൂറിസ്റ്റുകളും ഞങ്ങളൊപ്പം കയറിയിരുന്നു. പിന്നെ വേറെയും കുറേ വെറൈറ്റി കോഴീസ്. പിന്നെ നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഗൈസ് വേറെയും വെറൈറ്റി കോഴികൾ. പിന്നെ നമ്മൾ മുയലും കുട്ടിക്ക് കയറിയില്ലേ, അപ്പോൾ കണ്ട കാഴ്ചകളാണ്. മുയലും കുട്ടികളൊക്കെ കണ്ടിട്ടോ, ഇഷ്ടംപോലെ മുയലുകളുണ്ട്. ഞാൻ കയറണ കണ്ടിട്ട് ഒരു കുട്ടി കയറിയിട്ട് കൂടിൻ്റെ ഉള്ളിൽ കൈ കണ്ടിട്ട് ഒരു കടി അങ്ങോട്ട് കിട്ടി. അപ്പോൾ പിന്നെ വേറൊരു ചോത്ത ഒരു കിളിയാണ്, എൻ്റെ പേര് നിങ്ങൾ വച്ചില്ലേ, കണ്ടില്ലേ? അതന്നെ, ഞാൻ പേര് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അടുത്തതായി വേറെയും വെറൈറ്റി കിളികൾ, പ്രാവുകൾ, അങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങളും. പിന്നെ ഹാംസ്റ്റർ, അല്ല അത് മറ്റേ ചെറിയ പന്നില്ലേ
ആ സാധനമാണിത്. പിന്നെ ഇതിൽ ഹാംസ്റ്ററാണ്. ഈ ഹാംസ്റ്ററും ഈ ചെറിയ പന്നിയും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ചെറിയ പന്നി ഹാംസ്റ്ററിനെക്കാട്ടിയും 10 ഇരട്ടി വലിപ്പം ഉണ്ടാവും. പിന്നെ ഇതൊക്കെ അത് മുള്ളൻ പന്നിയാണ്. ഇത് മറ്റേ വേറൊരു ടൈപ്പ് എലിക്കുട്ടികൾ. ഇത് നമ്മൾ പാമ്പിൻ്റെ ഫീഡാണ്. പിന്നെ എല്ലാ കൂട്ടിലും സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ പാമ്പുകളൊക്കെ ഉണ്ട്. ഒരു പാമ്പൊന്നുമല്ല കേട്ടോ, ഇഷ്ടംപോലെ പാമ്പുകളിട്ട് ഇവിടെ. പിന്നെ എല്ലാ കൂട്ടിലും ഉണ്ട് കേട്ടോ. ഈ കൂട്ടിൽ ഞാൻ ഇപ്പോൾ കാണിച്ചെന്നൊരു പിങ്ക് ഒരു ട്രേ ഉള്ള ഒരു കൂടുണ്ട്. ആ ട്രേൻ്റെ അടിയിലൊരു ചെറിയ പാമ്പുണ്ട്. പിന്നെ അവിടെ കുറേ ഓസ്കറിനെ തോന്നുന്നു. എന്നിട്ട് അതിന് നമ്മൾ ഫീഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കാക്കനോട് കാക്ക കൈമക്ക് ഫീഡ് തരും. പിന്നെ നമ്മൾ കൈ തുറക്കാതെ അടിക്ക് ഇങ്ങോട്ട് താത്തി പിടിച്ചാൽ നമുക്ക് അതിന് ഫീഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? അരാപ്പയ്മയാണ് കേട്ടോ. ഇതിൻ്റെ അത്ര വലിപ്പമുള്ള സാധനമാണ് ഇത്. നമുക്ക് ഒറ്റയടിക്ക് സ്ട്രൈക്ക് ചെയ്യും, ഒറ്റയടിക്ക് ഫുഡ് എടുക്കും, അങ്ങനത്തെ സാധനം കേട്ടോ. അപ്പോൾ ഏതോ ഒരു ചങ്ങായി അറിയാതെ ഇതിൽ നിന്നൊരു ഓസ്കാറിനെ എടുത്തിട്ട് അതിൽ കിട്ടിയിരുന്നു. എന്നിട്ട് എന്തോ പ്രശ്നമൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ആ ഓസ്കാറിനെ മറ്റേ അടിച്ചു അരാപ്പയ്മ. പിന്നെ നല്ല ഭംഗിയുള്ള കുറച്ച് മീൻകുട്ടികളെ കാണാൻ പറ്റുന്നു. ചെറിയ ഒരു അക്വേറിയത്തിലാണ്. അപ്പോൾ അതിനൊക്കെ കണ്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് കാക്കാക്ക് പാമ്പിനെ കൗത്തിലിടണമെന്നൊരു പൂതി. എന്നിട്ട് കാക്ക പാമ്പിനെ കൗത്തിലൊക്കെ ഇട്ടു. ഞാൻ ഇഗ്വാനനെ കയ്യിലും വെച്ചു. പിന്നെ ഒട്ടക പക്ഷി, ഇതിനെന്തോ പേരൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ കാക്കാരിട്ടാണ് ഭായിമാർ. എന്തോ ഡോഡോന്ന് എന്തോട്ടാണ് പേര്. ഡോഡോ വിളിക്കുമ്പോൾ ചങ്ങായിയുടെ അടുത്തേക്ക് വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മളെ വീഡിയോ. ഇനി ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്. അപ്പോൾ എല്ലാവരും പാർട്ട് 2 കാണണം. അപ്പോൾ എല്ലാവർക്കും ബൈ.